ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പളങ്ങായും മുട്ടയും കൂടെ ചേർത്തൊരു തോരൻ ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ തോരൻ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. കപ്പളങ്ങയും മുട്ടയും കൂടെ തോരൻ വെക്കുന്നതിന് അരിഞ്ഞെടുത്ത കപ്പളങ്ങ 1 കപ്പും 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കപ്പളങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. മുട്ട തോരൻ സെപ്പറേറ്റ് ആയിട്ടും കപ്പളങ്ങ തോരൻ സെപ്പറേറ്റ് ആയിട്ടുമാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വഴറ്റി കപ്പളങ്ങ ഒന്ന് വേകണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി വേകാനായിട്ട് വെക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഈ കപ്പളങ്ങയും മുട്ടയും കൂടെ ചേർത്തുണ്ടാക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വെന്തെടുക്കാം. നമുക്ക് ഈ പപ്പായ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തോരനെല്ലാം സൈഡിലോട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. സ്വല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ഒന്ന് വെന്തെടുക്കാം. ഈ മുട്ട അടിക്ക് പിടിക്കാതെ നോക്കണം. എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. മുട്ടയൊന്ന് വീഴുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആക്കരുത്. നോക്കിക്കേ, നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, കപ്പളങ്ങയും മുട്ടയും കൂടെ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.